നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. സർ, കാനഡയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഗംഭീരം വാർത്തകളാണ്. കാരണം നമ്മൾ കണ്ടു കർഷക സമരത്തിന്റെ പേരിലൊക്കെ നടന്ന ഭാരതത്തിന്റെ ആ ഒരുപാട് ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഖാലിസ്ഥാൻ തീവ്രവാദികളെ. കാരണം ഭാരതത്തിന്റെ ശത്രു രാജ്യങ്ങൾ, പുറത്തുള്ള ശത്രു രാജ്യങ്ങളെക്കാൾ കൂടുതൽ എപ്പോഴും വേദനിച്ചിട്ടുള്ളതും എപ്പോഴും ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് ആഭ്യന്തര ശത്രുക്കളിൽ നിന്ന് തന്നെയാണെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന ഇസ്ലാമിക ഭീകരത, അവരെ മാറ്റിവെച്ചാൽ മറ്റൊരു ശത്രുക്കൾ തന്നെയായിരുന്നു ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്നുള്ളതൊക്കെ കർഷക സമരത്തിൽ കൃത്യമായിട്ടും നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ്. എന്താണ് സർ കാനഡയിൽ നിന്ന് വരുന്ന വലിയ വാർത്തകൾ? കാരണം ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ആ ചങ്ങാതി ഈ പറയുന്ന ഖലിസ്ഥാൻ തീവ്രവാദികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ വഹിച്ച പങ്ക് ലോകത്തിന് മുഴുവൻ അറിയാം. ഇന്ന് അദ്ദേഹത്തെ വാരി വലിച്ച് നിലത്തടിച്ചുകൊണ്ട് താഴോട്ട് വലിച്ചിട്ടിരിക്കുന്നു എന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് സർ കാനഡയിലെ ഇന്നത്തെ ഈ നിരീക്ഷണത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? കാനഡയുമായിട്ട് നമുക്ക് വളരെ പഴയ രീതിയിലുള്ള ചില ബന്ധങ്ങളുണ്ട്. 1985 എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോയ ഖാലിസ്ഥാൻ തീവ്രവാദികൾ 329 പേരുടെ മരണത്തിന് കാരണമായ രീതിയിൽ അതിനെ തകർക്കുകയുണ്ടായി. ആ സമയത്ത് അതിന്റെ പ്രതികൾ കാനഡയിലാണുള്ളത്. ആ കാനഡയിലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പ്രതികളെ ഇന്ത്യക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അന്നത്തെ കനേഡിയൻ ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ പിന്നിലൊരു വലിയ കാരണമുണ്ട്. കാനഡ എന്ന് പറയുന്ന രാജ്യം വലുതാണേലും ജനസംഖ്യ തീരെ കുറവാണ്. അവിടെ 10 ലക്ഷം വോട്ട് സിഖുകാർക്ക് തന്നെയുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്ന സിഖുകാർക്ക് 10 ലക്ഷം വോട്ടുണ്ട്. അവർക്കൊരു പാർട്ടിയുണ്ട്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി. ഈ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പൊ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖാലിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ജസ്റ്റിൻ ട്രൂഡോ സ്വീകരിക്കുകയും ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമായ ഒരു സിഖ് രാഷ്ട്രം ഖാലിസ്ഥാൻ സ്ഥാപിക്കണം, അതിന് ഇന്ത്യ വിഭജിക്കണം എന്ന നിലപാടെടുത്ത അവിടുത്തെ സിഖ് ഭീകര സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതിന്റെ എല്ലാം പുറകിലുള്ള ഉദ്ദേശം അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഇപ്പൊ കേരളത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആയിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും കാനഡയിലും ഇന്ത്യയിലുമായിട്ട് ജീവിക്കുന്ന ഭീകരന്മാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടും എന്ന് വരികയും കാനഡയിലും ഇന്ത്യയിലും പാസ്പോർട്ട് ഒരുപോലെ സൂക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുകയും അവരുടെ സാമ്പത്തിക ഭീകരവാദ കുറ്റങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുകയും ചെയ്തതോടുകൂടി ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. എന്നാലും കനേഡിയൻ ഭരണകൂടത്തിന്റെ പിന്തുണ അവർക്കുള്ളത് കൊണ്ട് അവര് കാനഡയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിലെ അസ്വസ്ഥതകൾ കുത്തിപ്പൊക്കാൻ തുടങ്ങി. അതാണ് ഇന്ന് വടക്കേ ഇന്ത്യയിലെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കർഷക സമരം. ഈ കർഷക സമരത്തിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് മുഴുവൻ കാനഡയിൽ നിന്നായിരുന്നു. കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചു. അവരുടെ അന്താരാഷ്ട്ര ഫണ്ടിങ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഈ സിഖ് തീവ്രവാദികൾക്ക് ഫണ്ട് ഒഴുകിയെത്തി. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കർഷക സമരം എന്നുള്ള പേരില് പ്രച്ഛന്നമായിട്ടുള്ള ഖാലിസ്ഥാൻ സമരം ഡൽഹിയിൽ അരങ്ങേറി. നമ്മൾ കണ്ടതുപോലെ ചെങ്കോട്ടയിലെ ത്രിവർണ പതാക വലിച്ചു താഴെ ഇട്ടിട്ട് അവിടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തി. പക്ഷെ അപ്പോഴൊക്കെ ഒരു വെടിവെപ്പ് ഉണ്ടാക്കാതെ, ചോര പൊതിയാതെ വളരെ തന്ത്രപരമായി കേന്ദ്ര ഗവൺമെന്റ് അതിനെ നിർവീര്യമാക്കി എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എന്നാലും ഇന്ത്യക്ക് പുറത്തുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യം, അവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവര് ശക്തമായി പിന്തുണയ്ക്കുന്ന ഈ വിഘടനവാദത്തെ നേരിടാൻ അന്ന് മുതൽ ഇന്ത്യ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി അന്താരാഷ്ട്ര രംഗത്ത് കാനഡയെ വരിഞ്ഞു മുറുക്കാനും കാനഡ അഭയം കൊടുത്തിരിക്കുന്ന തീവ്രവാദികളെ കാനഡയുടെ അകത്ത് കയറി കൊല ചെയ്യാനും നമ്മൾ തയ്യാറായി. അതായത് ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദിയെ കാനഡയുടെ ഉള്ളിൽ കയറി അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. ഈ അജ്ഞാതൻ ഇപ്പൊ ഒത്തിരിയിടത്ത് പല പരിപാടികളും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ നിരവധി വേറെ അജ്ഞാതൻ കൊന്നു. കാനഡയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല, കാനഡയ്ക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്നാൽ പോലും ജഗ്വീർ സിംഗ് എന്ന് പറയുന്ന ഈ ഇവിടുത്തെ, അതായത് ആ രാജ്യത്തെ ഭരണകൂടത്തെ
തങ്ങൾ സുഹൃത്തുക്കളാണ് എന്നുള്ളത് മാത്രമല്ല, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവർ രണ്ടുപേരും ശക്തമായിട്ട് എതിരി നിൽക്കുന്നവരാണ്. അപ്പൊ ട്രംപ് അധികാരവാദ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി കാനഡ ഉടൻ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 25% അധിക നികുതി അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞു. ഈ കാനഡ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്നവരാ. കാനഡയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അമേരിക്കയിൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം കാനഡയ്ക്ക് ജീവിക്കാൻ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ധാരാളം കുട്ടികളും ധാരാളം ആൾക്കാരും കാനഡയിൽ ജോലി തേടി പോകുമ്പോൾ നമ്മൾ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് കാനഡയിൽ ജോലി കിട്ടുന്നത്? കാനഡയിലെ വിദ്യാർത്ഥികളും കാനഡയിലെ യുവാക്കളും അമേരിക്കയിലേക്ക് ജോലി തേടി പോവുകയാണ്. അതുകൊണ്ട് കാനഡയിൽ യുവാക്കളില്ല, കാനഡയിൽ വിദ്യാർത്ഥികളില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പിലേക്കാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവാക്കളും കാനഡയിലേക്ക് ഒഴുകുന്നത്. പക്ഷേ അമേരിക്ക പറഞ്ഞു, ഈ തരത്തിലുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് കാനഡ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇറക്കുമതി ഡ്യൂട്ടി 25% വർദ്ധിപ്പിക്കും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഈ പൊട്ടനായിട്ടുള്ള ട്രൂഡോ പറഞ്ഞ എന്താണെന്നറിയാമോ? അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റിലേക്ക് വൈദ്യുതി കൊടുക്കുന്നത് കാനഡയിൽ നിന്നാണ്. അങ്ങനെ എങ്ങാനും ചെയ്താൽ ഞങ്ങൾ വൈദ്യുതി വിച്ഛേദിച്ചു കളയും. ആരോടാ പറയുന്നത്? അമേരിക്കയോട്. അപ്പോ അമേരിക്ക പറഞ്ഞു, ശരി, ഒരു സ്റ്റേറ്റിലെ വൈദ്യുതി എന്ന് പറയുന്നത് നിങ്ങളെ അവിടുന്ന് എടുക്കുന്നതാണ് എളുപ്പം, അതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ, വേണ്ട, വൈദ്യുതി അങ്ങ് വിച്ഛേദിച്ചോ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞതോടുകൂടിയാണ് പാർട്ടിക്കകത്ത് അവിടെ പട തുടങ്ങി. അതായത് ഇദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്കകത്ത് ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ വട്ടൻ നയങ്ങൾക്കെതിരെ, ഭ്രാന്തൻ നിലപാടുകൾക്കെതിരെ വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതിന് നേതൃത്വം കൊടുത്തത് തമിഴ് വംശജയായ, അമ്മ തമിഴും അച്ഛൻ പഞ്ചാബിയുമായിട്ടുള്ള അനിത ഇന്ദിര ആനന്ദ് എന്ന് പറയുന്ന വനിതാ നേതാവാണ്. അവര് കേവലം നേതാവ് മാത്രമല്ല, ലിബറൽ പാർട്ടിയുടെ നേതാവും ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയുമാണ്. ഇതിനു മുമ്പ് അവര് സേവന മന്ത്രിയായിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു. ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ലിബറൽ പാർട്ടി നേതാവായിട്ട് അനിത ഇന്ദിര ആനന്ദ് ഉയർന്നു വന്നിരിക്കുക. പക്ഷെ എന്നിരുന്നാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് രക്ഷയില്ലാത്തത് കൊണ്ട് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരാനാണ് സാധ്യത. പിയറി പൊയ്ലിവർ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കൺസർവേറ്റീവ് പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും കാനഡ ഭരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പൊ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന കാര്യം. പക്ഷെ എന്താണെങ്കിലും ഈ ട്രംപിന്റെ ശക്തമായ നിലപാടിന്റെ പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ളത് ലോകം തിരിച്ചറിയുന്നു. എന്തുകൊണ്ടാണ് കാനഡയ്ക്കെതിരെ അതിശക്തമായ നിലപാട് ട്രംപ് സ്വീകരിച്ചത്? അത് കേവലം ട്രംപിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും കാനഡ ഒരു വലിയ ശല്യമൊന്നുമല്ല. ഇപ്പം നമ്മളോട് ചേർന്ന് നേപ്പാളും ഭൂട്ടാനും കിടക്കുന്നു, അല്ലെ ശ്രീലങ്ക കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ശല്യമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ അമേരിക്കയ്ക്ക് ഈ കാനഡ എന്ന് പറയുന്നത്. പക്ഷേ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം അതിശക്തവും ദൃഢവുമായതുകൊണ്ട് കാനഡയെ പ്രതിരോധിക്കാൻ മോദി ട്രംപിനെ കൂട്ടുപിടിച്ചു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. ഏതായാലും ട്രംപിന്റെ നിലപാട് കടുത്തോടുകൂടി ഈ ട്രൂഡോയ്ക്ക് കാര്യം മനസ്സിലായി, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇയാൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ നേരെ പോയി ട്രംപിനെ കണ്ടു. ട്രംപിനെ കണ്ട് കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, രക്ഷിക്കണം, അബദ്ധം പറ്റിപ്പോയതാണ്, അതുകൊണ്ട് പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ട്രംപ് പറഞ്ഞു എന്താണെന്നറിയോ? രക്ഷിക്കുകയൊക്കെ ചെയ്യാം, ഒരു കാര്യം ചെയ്യും, കാനഡ എന്ന രാജ്യം പിരിച്ചുവിട്ട് ആ രാജ്യം അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയെ അവിടുത്തെ ഗവർണർ ആക്കിയേക്കാവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കളിയാക്കാവുന്നതിന്റെ അങ്ങേയറ്റം കളിയാക്കി. ഇത് പിടിച്ചു. അതോടുകൂടി സ്വന്തം രാജ്യത്തേക്ക് പോലും തിരിച്ചു വരാൻ വയ്യാത്ത രീതിയിൽ ട്രൂഡോ ഒറ്റപ്പെടുകയും തിരിച്ച് രാജ്യത്തെത്തി രാജി സമർപ്പിക്കുകയുമാണ് ഉണ്ടായത്. ഇവിടെ വളരെ വലിയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ആർക്കും എന്തും കളിക്കാമെന്ന് തോന്നിയാൽ ഇന്ത്യ അവനെ പുകച്ചു കളയുമെന്നും ലോകത്തെ ഏത് കരുത്തരായ ഭരണാധികാരിയാണേലും അവനെ താഴെ ഇറക്കിയിരിക്കുമെന്നും അത് പറയാതെ അത് ചെയ്തു കഴിഞ്ഞ് ലോകം അറിഞ്ഞാൽ മതി എന്നുള്ള നിലപാടെടുത്തു. ഇതാണ് മോദി, ഇതാണ് ട്രംപ്. ഇത് ഇവിടം കൊണ്ട് തീരാൻ പോകുന്നില്ല.
നാടൻ ഭാഷയിൽ പറയും വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ഈ കാനഡ പ്രധാനമന്ത്രി രാജിവെക്കുമ്പോൾ, ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് അവിടെയല്ല, ഇറാനില്, സൗദി അറേബ്യയില്, ഇറാഖില്, സിറിയയില്, അഫ്ഗാനിസ്ഥാനില്, പാകിസ്ഥാനില്, ബംഗ്ലാദേശില് ഇവരൊക്കെയാ ഞെട്ടുന്നത്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡ എത്രയോ വലിയ രാജ്യമാണ്. അവരെ കൊമ്പ് കുത്തിച്ച് താഴെ ഇറക്കി അധികാരത്തിൽ നിന്ന് വലിച്ചെറിയാനുള്ള കരുത്ത് മോദിക്കുണ്ട് എങ്കിൽ അടുത്തത് ഇറാനാണ് എന്ന് ഇറാന് മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രധാനമന്ത്രി ഡൽഹിയിലെത്തി, ഇറാന്റെ വിദേശകാര്യമന്ത്രി ഡൽഹിയിലെത്തി ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം നമ്മൾ കണ്ടു. നമ്മുടെ പത്രങ്ങളായതുകൊണ്ട് അതിന് പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു സംഭവമുണ്ട്. അതായത് അടുത്തതായിട്ട് അമേരിക്ക ഉന്നം വെക്കുന്നത് ഇറാനെയാണ്. ഇപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധരംഗത്ത് ഇസ്രയേലിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഇറാൻ ഇസ്രയേലിനെതിരെ ഇസ്ലാമിക ശക്തികൾക്ക് ആയുധം കൊടുക്കുകയും അഭയം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണോ ഇസ്രയേലിനെതിരെ നിൽക്കുന്നത് അവനെ പൂശും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ ചെയ്യും. അപ്പോൾ ട്രംപിനെ അനുനയിപ്പിക്കണമെങ്കിൽ ഈ ലോകത്ത് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് മോദിയാണ്. അതുകൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഡൽഹിയിലേക്ക് പറന്നു വരികയും മോദിയെ ഒന്നും കാണാൻ കിട്ടിയില്ല, ജയശങ്കറിനെ കണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദയവ് ചെയ്ത് ഈ ട്രൂഡോയെ വലിച്ചെറിഞ്ഞ പോലെ ഞങ്ങളെ വലിച്ചെറിയരുത്. കാരണം ട്രൂഡോയെ വലിച്ചെറിഞ്ഞാലും ട്രൂഡോ ജീവിച്ചിരിക്കും, അവിടുത്തെ സംസ്കാരം അതാ. പക്ഷേ ഇറാന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ അധികാരത്തിൽ നിന്ന് ഇറക്കിയാൽ പിറ്റേ അടുത്ത നിമിഷം പട്ടാളം വെടിവെച്ച് കൊല്ലും, അല്ലെ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് പ്രാണരക്ഷാർത്ഥം കരഞ്ഞു മോങ്ങി നിലവിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി. പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രക്ഷകർത്താവായിട്ട് നിൽക്കുകയാണ് ഭീകരവാദികൾക്ക്. ഇപ്പോ ലഷ്കർ ഇ തോയ്ബ ആണെങ്കിലും താലിബാൻ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഏത് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ISIS ആണെങ്കിലും ഇവരുടെയൊക്കെ തലതൊട്ടപ്പനും രക്ഷകർത്താവുമാണ് ഇറാൻ എന്ന് പറയുന്ന ഭീകര രാജ്യം. ആ ഇറാന്റെ ഗതികേട് ഇതാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തുർക്കി, അതുപോലെ തന്നെ UAE-യിലെ ഒരു UAE ഭാഗത്തുള്ള ഇസ്ലാമിക തീവ്രവാദ സ്റ്റേറ്റുകള്, പിന്നെ ഖത്തർ, സൗദി അറേബ്യ, ഇത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നതായി ഇസ്ലാമിക തീവ്രവാദ ഭരണകൂടങ്ങൾ. ഈ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയും ഇന്ത്യയും കൂടി ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം ബാക്കി ഉണ്ടാവില്ല. ആരെയൊക്കെ തട്ടണം, ആരെയൊക്കെ പൂശണം, ആരെയൊക്കെ താഴെ ഇറക്കണം എന്ന് തീരുമാനിച്ചാൽ ട്രംപും മോദിയും കൂടെ ഒന്നിച്ചാൽ ലോകത്ത് ഒരു ശക്തിക്കും തടയാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും ക്ലാസിക്കൽ ഉദാഹരണമാണ് കാനഡയിൽ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി കാണാൻ പോകുന്നത് ട്രംപ് അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതോടുകൂടി ഈ ഇസ്ലാമിക സ്റ്റേറ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമും ആയുധം വെച്ച് കീഴടങ്ങാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇതെന്താ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെയും ഏറ്റവും സുരക്ഷിതമായ അഭയകേന്ദ്രമാണ് കേരളം. ഞാനിത് വെറുതെ ആരോപിക്കുന്നതല്ല. ലോകത്തെവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ, ലോകത്തെവിടെയെങ്കിലും ഒരു തീവ്രവാദി മനുഷ്യ ബോംബായിട്ട് പൊട്ടിത്തെറിച്ചാൽ അന്വേഷണം വരുന്നത് കേരളത്തിലേക്കാണ്. 200-ലധികം പേരാണ് കേരളത്തിൽ നിന്ന് ബോംബായിട്ട് പൊട്ടിത്തെറിക്കാൻ ISIS-ലേക്ക് പോയത്, സിറിയയിലേക്ക് പോയത് എന്നുള്ളത് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയി മരിച്ചു വീണ മലയാളികളുടെ എണ്ണം 100 കണക്കിനാണ്. 1-2 പേർക്ക് അബദ്ധം പറ്റിയതല്ല, 100 കണക്കിനാണ്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലെ ഇപ്പോഴും ബോധമുദിക്കാത്ത കുറെ ഭീകരവാദികളുണ്ട്. അവര് ഞങ്ങൾ മതേതരരാണ്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾ ഭീകരതയൊന്നുമില്ല, ഞങ്ങൾ സ്നേഹമതമാണ്, ഞങ്ങൾ അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവന് കൈവെക്കാൻ വേണ്ടി കേരള നിയമസഭയ്ക്കകത്ത് 140 പേരും ഉണ്ട്. പിന്നെ 29 എംപിമാരിൽ 28 പേര് എംപിമാരും ഉണ്ട്. ഇവിടുത്തെ BJP NDA ഘടകകക്ഷികൾ ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അത് ഇലക്ട്രോണിക്സ് മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും ഉണ്ട്. ഇവരുടെയൊക്കെ എച്ചിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന കുറെ സാംസ്കാരിക ബുദ്ധിജീവികൾ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇവർക്കെല്ലാം ഉള്ള മുന്നറിയിപ്പാണ് കാനഡ. അതുകൊണ്ട് വായനയും എഴുത്തും അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാനഡയിൽ എന്താ സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ നേരിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, വീഡിയോസ് കാണുക. കാനഡയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇറാനിൽ
തുടങ്ങിയിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള, ആമുഖമായി പറയാനുള്ള കാര്യം. സാറേ, ഇപ്പൊ നമുക്കറിയാം കാനഡയിലെ ഈ പറയുന്ന ഖലിസ്ഥാൻ തീവ്രവാദികൾ, ആ തീവ്രവാദികളുടെ നേതാക്കന്മാരെയൊക്കെ അജ്ഞാതൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ശരിയാക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ അവിടെ ഈ ഭരണം നിശ്ചയിക്കുന്ന രൂപത്തിലേക്കുള്ള ശക്തി എന്ന രീതിയിൽ തന്നെ ഇവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ഒരു ഭാവി എന്തായിരിക്കും പറയുകയാണെ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ ബൈജു ചോദിച്ചത്. ഇവരുടെ ഭാവി എന്തായിരിക്കും? ഇപ്പോ കാനഡ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസോഴ്സസ് വളരെ കുറവാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് വളരെ കുറവാണ്. അതായത് അവിടെ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, സയന്റിസ്റ്റുകള്, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാര്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവരെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ എന്നാൽ അവർ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം, കാനഡയിലെ ജീവിത ചെലവ് കൂടുന്നു, ടാക്സ് കൂടുന്നു, ജീവിക്കാൻ ഒരു നിർവാഹമില്ല. അങ്ങനെ വരുമ്പോൾ കാനഡയിലെ യുവാക്കളും വിദ്യാർത്ഥികളും, അതായത് വർക്കിംഗ് ടീം എന്ന് പറയുന്ന യൂത്ത്, അപ്പാടെ അമേരിക്കയിലേക്ക് ഒലിച്ചു പോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് കാനഡ ജീവിക്കുന്നത്. ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നപ്പോ ഈ തരത്തിലുള്ള കുടിയേറ്റം അദ്ദേഹം ശക്തമായിട്ട് നേരിടാനാണ് സാധ്യത. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക നിശ്ചയിക്കുന്ന നിയമം അനുസരിച്ച് ടാക്സ് കൊടുത്ത്, വാടക കൊടുത്ത്, വൻതോതിൽ പണം അടച്ചാൽ മാത്രം അമേരിക്കയിൽ ജീവിക്കാം എന്നൊരവസ്ഥ കാനഡ പൗരന്മാർക്ക് വരാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാനഡ പാപ്പരാകും, സാമ്പത്തികമായിട്ട് തകരും. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കാനഡയിൽ നിന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന, പണിയെടുത്തുണ്ടാക്കുന്ന പണം മുഴുവൻ അവിടെ ടാക്സ് ആയിട്ടും റെന്റ് ആയിട്ടും കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ കാനഡയിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റം വളരെയേറെ ദുഷ്കരമായി തീരും. ഇതാണ് ഒന്നാമത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പഞ്ചാബിൽ നിന്ന് കാനഡയിൽ പോയ 10 ലക്ഷം പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരട്ട പൗരത്വവും അവരുടെ ഈ ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ ഉത്തർപ്രദേശങ്ങളിലുള്ള അവരുടെ സമ്പത്തും വളരെയേറെ പ്രശ്നങ്ങൾ നേരിടാൻ പോവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, 13,000 PFI ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ അക്കൗണ്ടുകൾ ഇന്ത്യ നോട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ 10,000 എണ്ണവും മലയാളികളുടെയാണ്. അപ്പൊ PFIക്ക് പണമടച്ച 10,000-ഓളം വിദേശ മലയാളികൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത വിധം കുടുങ്ങിയിരിക്കുകയാണ്. എവിടെയെങ്കിലും അവർ ഇന്ത്യൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് അകത്തോട്ട് പോകും. പിന്നെ ഭൂലോകം എന്ന് കാണുമെന്നുള്ളത് അറിയത്തില്ല. കാരണം PFIക്കാരനകത്ത് കിടപ്പുണ്ട്, അവന്റെ കൂടെ കൊണ്ടിടും എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥ ഇപ്പൊ വരികയാണ്. ഇനി ഇതിനകത്ത് നേതാക്കന്മാരുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും സംഘടന ഉണ്ടാക്കുകയും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഇന്ത്യ വിരുദ്ധ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും നരേന്ദ്രമോദിയെ ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ പലരുടെയും പേര് ബൈജുവിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന, ഈ ചർച്ച കാണുന്ന ഒത്തിരി പേരുടെ മനസ്സിൽ ഒത്തിരി പേരുടെ പേരും വന്നിട്ട് കാണും. ആ ആൾക്കാരൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ? എന്ന അജ്ഞാതന്റെ മുമ്പിൽ പോയി പെടുക എന്നുള്ളതാണ്. കാരണം ഒരു വശത്തൂടെ അജ്ഞാതൻ കയറും, മറുവശത്തൂടെ സർക്കാരും കയറും. അതായത് പഞ്ചാബിലുള്ള 10 ലക്ഷം സിഖുകാർ, അതായത് കനേഡിയൻ സിഖുകാർ, അവരുടെ സ്വത്തുക്കൾ കെട്ടുകയും അവർക്കെതിരെ നിയമ നടപടി വരികയും ചെയ്യുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് NDP എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത്. എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് കടിച്ച പാമ്പിനെ വരുത്തി വിഷമെടുപ്പിക്കുക ചെയ്തത്. NDP എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, ഖാലിസ്ഥാന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടി, ആ പിന്തുണ പിൻവലിച്ച് സമസ്താപരാധം പറഞ്ഞ് മോഡിയുടെ മുമ്പിൽ വീണ് നിലവിളിച്ചിട്ടാണ് പിന്തുണ പിൻവലിച്ചതെന്ന് ഓർക്കണം. അപ്പോ അങ്ങ് കാനഡയിലെ NDP എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൊണ്ട് ആണ് ഈ ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിലെത്തിയതെങ്കിൽ അതേ പാർട്ടിയെ ഉപയോഗിച്ച് ജസ്റ്റിൻ ട്രൂഡോയെ വലിച്ച് താഴെയിട്ട ആളിന്റെ പേരാണ് സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ആ മോദിക്ക് കാനഡ പഠിച്ച് താഴെയിടാമെങ്കിൽ കേരളം എന്താ സംഭവം? ഒരു ചുക്കുമല്ല. അപ്പൊ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, വിദേശ രാജ്യത്ത് സുഖമായിട്ട് ഇരുന്നുകൊണ്ട് ഇന്ത്യ ചീത്ത പറയുന്നവനും, ഇന്ത്യക്കെതിരെ പോസ്റ്റ് ഇടുന്നവനും, ഇന്ത്യക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവനും, അതിനുവേണ്ടി ഫണ്ട് പിരിക്കുന്നവനും ഇപ്പോൾ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ അജ്ഞാതനെ നേരിടുക, അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക. അപ്പോൾ ഏതാണ്ട് കേരളത്തിലെ തീവ്രവാദികളുടെ കാര്യത്തിലും തീരുമാനമായി. ഇത് കണ്ണും മൂക്കുമുള്ളവൻ മനസ്സിലാക്കണം. കാരണം
കാനഡയിൽ ഇത് ചെയ്യാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? രക്ഷിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കാണുകയില്ല, രക്ഷിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും കാണുകയില്ല, രക്ഷിക്കാൻ ഒരു കോടതി ഉണ്ടാവില്ല. അതുകൊണ്ട് കേരളത്തിൽ വാല് പൊക്കി ചാടുന്ന ഇവിടുത്തെ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന, അതായത് ദേശീയവാദികൾ നടത്തുന്ന ഏതൊരു കാര്യത്തിന്റെ അടിയിൽ വന്ന് ചീത്ത വിളിക്കുകയും കമന്റ് ഇടുന്നവരോടും തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളെല്ലാം ചുണ്ണാമ്പ് തൊട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയുന്നത് ചുണ്ണാമ്പ് തൊട്ട് വെക്കാന്ന് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചു, അടയാളപ്പെടുത്തി കഴിഞ്ഞു. കാരണം ഇവനൊക്കെ ഇത് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഡാറ്റ ഫുള്ളായിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് പൊക്കിയിട്ടുണ്ടാവും. കേന്ദ്രത്തിന് അതിനുള്ള സംവിധാനം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. PFI ഒരു വിമാനം നിറയെ PFI അടിച്ചുകൊണ്ട് പോയപ്പം കേരളം അറിഞ്ഞില്ല എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച കാണുന്ന, വിദേശത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ ചീത്ത പറയുന്ന, ഭാരതീയതയെ ചീത്ത പറയുന്ന, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നടക്കുന്ന വിഘടനവാദങ്ങൾക്ക് പണം കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് ജസ്റ്റിൻ ട്രൂഡോ. അതുകൊണ്ട് നിങ്ങളെല്ലാം ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു പടം മേടിച്ച് നിങ്ങളെ മുഖക്കണ്ണാടിയോട് ചേർത്ത് സ്ഥാപിക്കുന്നത് നല്ലതാണ്. രാവിലെ കണ്ണാടി നോക്കുമ്പോൾ ട്രൂഡോയെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ട്രൂഡോയുടെ ഗതിയായിരിക്കും ഇവർക്കെല്ലാം വരാൻ പോകുന്നത്. മറ്റൊന്നാണ് സാർ, ഇപ്പോ ഇസ്രായേലിന്റെയും ഈ പലസ്തീന്റെയും വിഷയത്തിലൊക്കെ സകല ഇസ്ലാമിക രാജ്യങ്ങൾ, ഇപ്പൊ സാർ ഇറാന്റെ പേര് പറഞ്ഞു, സൗദിയുടെ പേര് പറഞ്ഞു, ഖത്തർ, ഒട്ടേറെ എല്ലാ രാജ്യങ്ങളും, തുർക്കി അടക്കമുള്ള ഇവരൊക്കെ സഹകരിച്ചു കൊണ്ട് ഈ പറയുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിസ്റ്റം. എന്നാൽ ഇത് വേൾഡ് വാറിലേക്ക് നീങ്ങുമോ എന്നൊരു ഭയാനകമായിട്ടുള്ള, വേണ്ട ആണവായുധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു ഭയാനകമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളത് ചില ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന, അഭിപ്രായം പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു അവസ്ഥ കൂടി എന്തായിരിക്കും സാർ? അതുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ, കാരണം അമേരിക്കയായാലും ഭാരതമായാലും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് എന്തായി മാറും എന്നുള്ള അവസ്ഥയുടെ ചെറിയൊരു പ്രതീക്ഷ പറയാനുള്ളത്. അതായത് പണ്ട് ഈ കേരളത്തിൽ നടന്ന ഒരു സംഭവം പറയാം. ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ ബ്രിട്ടന്റെ ഭാഗത്തായിരുന്നു ഭാരതം. അപ്പൊ ബ്രിട്ടൻ എതിരായിട്ടുള്ള കക്ഷികൾ ഒരുപക്ഷെ ഇന്ത്യയെ ആക്രമിച്ചേക്കും എന്നുള്ള ഒരു വാർത്ത വന്നു. ആ വാർത്ത വരുമ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇവിടെ ഭരിക്കുന്നത് രാജാവാണ്. അപ്പോൾ രാജാവിന്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ചെയ്ത ഒരു പണി പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കടൽ തീരത്ത് പൊക്കമുള്ള തെങ്ങിന്റെ മണ്ട മുറിച്ചിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ വെള്ളച്ചായം അടിച്ചിട്ട് നടുക്കൊരു കറുത്ത പൊട്ടിട്ട് വെച്ചു. മുകളിൽ കൂടെ വന്ന് ആകാശ നിരീക്ഷണം നടത്തുന്ന വിമാനങ്ങൾ നോക്കുമ്പോൾ താഴേന്ന് പീരങ്കികൾ നിരത്തി വെച്ചിരിക്കുക. ഒരു ചുക്കും ഇല്ല, തെങ്ങിന്റെ തല വെട്ടിയതാന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ. അപ്പോ ബോംബിടാൻ വരുന്നവൻ ഇത് കാണുമ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒന്നും ചെയ്യാൻ തോന്നുകയല്ല, അവൻ വിട്ടുപൊക്കോളും എന്ന് പറഞ്ഞ പോലെയുള്ള ചില പ്രതിരോധങ്ങൾ. ആ പ്രതിരോധങ്ങളാണ് ഇവരിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിരോധങ്ങൾ. അത്രേ ഉള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഈ മഹാശക്തിക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധ്യമല്ല. ഒരു രീതിയിലും ഈ പറഞ്ഞ ശക്തികളെ ഇവർക്ക് തോൽപ്പിക്കാനും പറ്റിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പിൻവാങ്ങാൻ തയ്യാറാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിച്ചിരിക്കാം, അവർക്ക് മാന്യമര്യാദയായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഭാരതത്തിലുണ്ടാവും. അതല്ല, വിദേശ ശക്തികൾ എല്ലാവരും തന്നെ ഇപ്പോ കാണുന്നത് എന്താണെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഇറാനിൽ കണ്ടത്. ഇപ്പൊ ഇറാനെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, ഇറാൻ ചുട്ടുകളെയും പോച്ചുകളെയും, ഇറാനെ തൊടാനൊന്നും പറ്റിയല്ല. ഇസ്രായേൽ എന്താ ചെയ്ത്? ഇറാന്റെ ആണവായുധ സങ്കേതങ്ങളടക്കം അടയാളപ്പെടുത്തി വെച്ചിരുന്ന മുഴുവൻ സ്ഥലവും തവിട്ട് പൊടിയാക്കി ബോംബിട്ട് മിസൈലിട്ട് തകർത്ത് കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇറാന്റെ കയ്യിൽ ആണവായുധമൊന്നുമില്ല, വെറുതെ ഭയപ്പെടുത്തതാണ്. നമ്മളെ ഈ സർ CP തെങ്ങിന്റെ മണ്ട കാണിച്ച് വേടിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണ്, അല്ലാതെ അവരുടെ കയ്യിലൊന്നുമില്ല. അവരുടെ മുഴുവൻ ഫൈറ്റർ പ്ലെയിനുകളും അവരുടെ ആയുധങ്ങളും പഴഞ്ചരായിരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിന്റെ മുമ്പാകെ സത്യം പറഞ്ഞാൽ ഇറാൻ ഇപ്പൊ യുദ്ധത്തിൽ തോറ്റു നിൽക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇനിയും യുദ്ധം നിർത്താത്തത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഹമാസ് തവിടുപൊടിയായി, സാധനം ഇല്ല. പാലസ്തീൻ എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത വിധം അവശമായി നിലത്ത് വീണു. അതിനെതിരെ ചാടിക്കഴിക്കാൻ വരുന്ന ഇറാന് എടുത്തിട്ട് കിട്ടി. അവന്റെ കയ്യിൽ ഒരു പൂട്ടക്കായും ഇല്ല എന്നുള്ളത് ലോകത്തിന് മനസ്സിലായി. എന്തുകൊണ്ടാണ് എന്നിട്ടും ഇസ്രായേൽ യുദ്ധം നിർത്താത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്രായേൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്.
ഏതൊക്കെ ഭൂവിഭാഗങ്ങൾ ഇസ്രയേലിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കണം. ഇപ്പൊ ഗാസ മുനമ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇനി ഉണ്ടാവില്ല. ഗാസ ഇസ്രയേലിന്റെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജില്ലയായിട്ട് മാറും. ഗോലാൻ കുന്നുകൾ പിടിക്കേണ്ടിടത്തോളം പിടിക്കും, എടുക്കേണ്ടിടത്തോളം എടുക്കും. അതുപോലെ ഏതൊക്കെ രാജ്യത്തേക്ക് കടന്നു കയറി എത്രയൊക്കെ പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ ഭാഗമായിട്ട് അടയാളപ്പെടുത്തി സ്വന്തമാക്കണം. ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വെടിയും പടയൊന്നും കേൾക്കുന്നില്ല അവിടുന്ന്. പിന്നെ ഇവരെന്താ അവിടെ ചെയ്യുന്നത്? അവര് ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുക. ഏത് ഇസ്രയേലുകാർ ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുക. എന്തിനാ ഫ്ലാറ്റ് പണിയുന്നത്? ഇന്നലെ വരെ ശത്രുവിന്റെ കയ്യിലായിരുന്ന ഫ്ലാറ്റുകൾ പണിത് പൊക്കി അവിടെ ശരിക്കും ഈ യഹൂദന്മാരെ കൊണ്ടുപോയി താമസിപ്പിച്ച് ആ പ്രദേശം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ തരത്തിലുള്ള ഒരു യുദ്ധം എന്നാണോ നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഇസ്രയേലിന് ആവശ്യത്തിനുള്ള ഭൂവിഭാഗം ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അക്വയർ ചെയ്ത് ഇനി മതി എന്ന് തോന്നുന്നത് വരെ ഈ യുദ്ധം മുന്നോട്ട് പോകും. ഇനിയിപ്പോ ട്രംപ് അധികാരത്തിലൂടെ വരുന്നതോടുകൂടി ഇത് വളരെ വേഗം പൂർത്തിയാകും. അങ്ങനെ പഴയ ഇസ്രയേൽ പുനഃസ്ഥാപിക്കും. ചുറ്റും യുദ്ധത്തിന് വന്ന മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ അവരുടെ ഭൂവിഭാഗങ്ങൾ നഷ്ടപ്പെടും. ആത്യന്തികമായി ഇനി ഒരു കാലത്തും ഒരു രാജ്യവും ഇസ്രയേലിനെ കയറി അടിക്കാൻ ധൈര്യപ്പെടാത്ത വിധം അടിച്ച് നിരപ്പാക്കിയിട്ടായിരിക്കും ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുക. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സാർ വേറെ എന്തെങ്കിലും വിട്ടുപോയതിട്ടുണ്ടോ? നമ്മുടെ ട്രൂഡോയുടെ വിഷയം എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇതിൽ നിന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ. ഏറ്റവും പെട്ടെന്ന് പാഠം പഠിക്കേണ്ടത് നമ്മുടെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശിൽ ഭരണം ഇപ്പൊ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യവും ഇറാൻ ആണെങ്കിലും കാനഡ ആണെങ്കിലും നല്ലൊരു സൂചനയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് ഭാരതവുമായിട്ട് കോംപ്രമൈസ് ആവുകയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനം, ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ ഒരുപക്ഷെ ബംഗ്ലാദേശ് ബാക്കി വരും. ഇല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ പോലെ ഇന്ത്യയിലെ 28 കഴിഞ്ഞ് 29ാമത്തെ സംസ്ഥാനമായിട്ട് ഈ ബംഗ്ലാദേശിനെ ഇങ്ങനെ പിടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനെ ഒരാളാണ്. ഓക്കെ, എന്തായാലും ഈ പറയുന്ന പോലെ ഭാരതത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഭാരതത്തിന്റെ ഉപ്പും ചോറും ഇവിടെ ഇത് തിന്നുകൊണ്ട് സകല ആനുകൂല്യങ്ങളും പറ്റി, അതല്ലെങ്കിൽ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതെല്ലാം നക്കി തിന്നുകൊണ്ട് ഈ ഭാരതത്തിനെതിരെ കുരയ്ക്കുന്ന അവന്മാർ ഏതവനായാലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിലെ 10,000-ലധികം വരുന്ന മലയാളികൾ ഈ പറയുന്ന പോപ്പുലർ ഫണ്ട് ഭീകരന്മാർക്ക് പണം അയച്ചവന്മാർ പൂർണ്ണമായിട്ട് പെട്ടു എന്നുള്ളൊരു വാർത്തയും, പിന്നെ കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഭരണാധികാരിയായിരുന്ന ട്രൂഡോയുടെ ആ വും ഈ രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ നന്ദി എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം അറബ് രാജ്യങ്ങളിൽ ഇരുന്ന് ഭാരതത്തെ എന്തും ചെയ്ത് കളയാം, മൂക്കിൽ അങ്ങോട്ട് നരേന്ദ്രമോദിജിയെ വലിച്ചു കളയാം എന്ന് പറഞ്ഞു നടക്കുന്ന ഇവിടത്തെ ഈ പറയുന്ന തീവ്രവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നും പച്ചയ്ക്ക് പറയാൻ പറ്റില്ല, അതിലേക്ക് വിട്ടുകൊണ്ട് മുസ്ലിം തീവ്രവാദികൾ എന്ന രീതിയിൽ തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഇവർക്കുള്ള കട്ടയ്ക്കുള്ള മറുപടി നരേന്ദ്രമോദിജി കൊടുത്തത് ഓരോ മലയാളിക്കും, ഓരോ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ദേശസ്നേഹിക്കും അഭിമാനിക്കാനുള്ള, ആഹ്ലാദിക്കാനുള്ള, ആഘോഷിക്കാനുള്ള വക തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ സെഷൻ ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വിഷയവുമായി നാളെ സന്ധിക്കും വരെ വണക്കം, നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിത ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷേ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പുറത്ത് ഒരാളോട് ഒരു കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്ക് തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട്
ടീച്ചറിനോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യം പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.